പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം എനിക്കും തകർച്ചയോ എന്നതിനെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 17-ാം തിരുലിഖിതം. ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഇതാ ഈ നിമിഷങ്ങൾ ദൈവം തൻ്റെ ഇഷ്ടത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങളിൽ ഞാനും നിങ്ങളും യേശുവിനെ വിളിക്കാൻ വേണ്ടി സ്വർഗം അഭിഷേകം ചെയ്ത മണിക്കൂറാണിത്. ഞാനും നിങ്ങൾ യേശുവിനെ വിളിച്ചാൽ അവിടെ യേശുവിൻ്റെ നാമത്തിൽ പ്രകടമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും. കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് യേശുവിനെ വിളിച്ചപ്പോൾ ടെലിവിഷനിലൂടെയുള്ള വചനപ്രഘോഷണ സമയത്ത് യേശു സ്പർശിച്ച ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സാലി. ഞാൻ കണ്ണൂർ ജില്ലയിൽ ഉദയഗിരി എന്ന സ്ഥലത്ത് നിന്നാണ് എഴുതുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ 15 വർഷത്തോളമായി തലയിൽ താരൻ പോലെയും ശരീരത്തിൽ ചുണങ്ങ് പോലെയും വന്നതിന് ശേഷം അത് തുടർന്ന് തലയിലും ശരീരത്തിലും പല ഭാഗങ്ങളിലായി ചേന ചെത്തിയതുപോലെ ചെമന്ന് തടിച്ച് വ്രണങ്ങളായി ഇരിക്കുകയാണ്. കണ്ടാൽ പേടിയും വികൃതമായൊരവസ്ഥയുമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിലെ സ്ഥിതി. ഇതിനു വേണ്ടി കയറാത്ത ആശുപത്രികളില്ല. ഹോമിയോ, ആയുർവേദം, ഇംഗ്ലീഷ്, ഇങ്ങനെ അറിയാവുന്ന എല്ലാ വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കും ഞങ്ങൾ വിധേയരായി. എന്നാൽ താൽക്കാലിക ഒരാശ്വാസം എന്നല്ലാതെ ഒട്ടും കുറയുന്നില്ല. ഞങ്ങൾ കുടുംബത്തോടെ വേദനയിലായിരുന്നു. ഭർത്താവാണെങ്കിൽ ശരീരത്തിലെ ഈ പാടുകൾ കാരണം മറ്റുള്ളവരുമായി സമ്പർക്കം വരെ വെട്ടിച്ചുരുക്കി വീട്ടിനുള്ളിൽ ഇരിക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇത് സോറിയാസിസ് എന്ന രോഗമാണ്, ഇത് തീർത്തും മാറുകയില്ല. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നുള്ള ഓയിൻമെൻറ്റ് വാങ്ങി പുരട്ടുമ്പോൾ അല്പം ശമനമുണ്ടാകും, എന്നാൽ വീണ്ടും അത് വർദ്ധിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ സ്ഥിതി. ഓയിൽമെൻറ്റ് ഒരു ദിവസം തുടച്ചില്ലെങ്കിൽ പിറ്റേന്ന് ഇരട്ടിയായി വർദ്ധിക്കും. ഈ മരുന്നിനാണെങ്കിൽ തീ പിടിച്ച വിലയും.
അങ്ങനെ ഞങ്ങൾ മാനസികമായും സാമ്പത്തികമായും വളരെ തകർന്നു. ഈ സാഹചര്യത്തിലാണ് എൻ്റെ അനുജത്തി സിസ്റ്റർ പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും ഷാലോം ചാനലിലൂടെ രാത്രി 8:30 മണിക്ക് അഭിഷേകാഗ്നി എന്ന പേരിൽ ഒരു വചന ശുശ്രൂഷയുണ്ട്. നിങ്ങൾ ആ സമയത്ത് എല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വിശ്വാസവുമില്ലായിരുന്നു. എന്നാൽ ഞാനും എൻ്റെ മോളും ഈ പ്രോഗ്രാം വളരെ ഭക്തിയോടുകൂടെ കാണാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ആദ്യത്തെ ഞായറാഴ്ച തന്നെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ വാടിയിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഭർത്താവിന് വിശ്വാസമായി. പിറ്റേ ഞായറാഴ്ച മുതൽ ഭർത്താവും കൂടി ഞങ്ങൾ കുടുംബസമേതം അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുവിനെ വിളിച്ച് ആരാധിക്കാൻ തുടങ്ങി. തുടർച്ചയായി ഏതാനും ഞായറാഴ്ചകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഞങ്ങൾ കുടുംബസമേതം യേശുവിനെ ആരാധിച്ചപ്പോൾ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് പരിപൂർണമായും ആ രോഗപീഠ വിട്ടുമാറി. അതിൽ പിന്നെ എന്നും ഞായറാഴ്ച ഞങ്ങൾ കുടുംബസമേതം ഈ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞങ്ങൾ ആരേക്കാളും ആവേശം അഭിഷേകാഗ്നി കാണാൻ എൻ്റെ ഭർത്താവിനാണ് എന്ന് ഈശോയുടെ നാമത്തിൽ ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഈശോ തൊട്ട് എൻ്റെ ഭർത്താവിനെ സുഖപ്പെടുത്തി. ഇന്ന് എൻ്റെ ഭർത്താവ് യേശുവിന് സാക്ഷിയാണ്. ഞാൻ എൻ്റെ യേശുവിന് 1000 നന്ദി അർപ്പിക്കുന്നു. സാലി സിറിയക് ഉദയഗിരിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തിൽ ചേന ചെത്തിയതുപോലെ അങ്ങോട്ട് ചുമന്ന് തടിച്ച് വ്രണങ്ങളായി അത് ഓയിൻമെൻറ്റ് പുരട്ടിയില്ലെങ്കിൽ പിന്നെ ഇരട്ടിയായി വർദ്ധിച്ച് പടർന്നിരിക്കുന്നൊരു അന്തരീക്ഷം തലയിലും ശരീരം മുഴുവനിലും. കയറാത്ത ആശുപത്രി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ, എന്നിട്ട് വ്യത്യാസമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കുടുംബം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഏതാനും ആഴ്ചകൾ ദൈവവചനം ടെലിവിഷനിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന വീട്ടിലിരുന്ന് കേട്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ചു. അവിടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം ആ കുടുംബത്തിനുവേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു കൊടുത്ത്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഇന്ന് ഇതുപോലെ ഏതെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് മറ്റുള്ളവരുടെ സമ്പർക്കം പോലും ഒഴിവാക്കി വീടിനുള്ളിൽ ചുരുങ്ങി കൂടുന്നൊരവസ്ഥ, ഒരുപക്ഷെ കടബാധ്യതയായിരിക്കാം, ഒരുപക്ഷെ വേറെ ഏതെങ്കിലും അപമാനകരമായ സംഗതിയായിരിക്കാം, ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള പ്രശ്നമായിരിക്കാം. എന്താണ് ഞാനും നിങ്ങൾ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിനവൃത്താന്തത്തിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 9ഉം 10ഉം തിരുലിഖിതങ്ങളിൽ ഒരു വചനമുണ്ട്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് ഈ എൻ്റെ അതിരുകൾ വിസ്താരമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ഇരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഇസ്രായേലിന്റെ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ഈ നിമിഷങ്ങളിൽ എല്ലാവരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് 2 കണ്ണുകൾ അടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച്, ദൈവമേ, എൻ്റെ അപ്പ, എൻ്റെ പിതാവേ, എൻ്റെ ജീവിതത്തിന്റെ ഓരോ കണ്ണുനീരിലേക്ക് ഇടപെട്ട് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കണമേ പ്രാർത്ഥിക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി. സ്പർശിക്കണമേ. എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമക്കിരാതവണ്ണം ദൈവമേ കാത്തിടേണമെന്നും പിതാവേ കാത്തിടേണമെന്നും വലിയ ആഗ്രഹത്തോടെ എന്നെ അനുഗ്രഹിക്കണം പിതാവേ. എന്റെ അതിരുകൾ വിസ്താരമാക്കി. ഓരോ മകനും മകളും ഓരോരുത്തരെയും ഓരോ തരത്തിലുള്ള വേദനകൾ സമർപ്പിച്ച്, ഓരോ മകനും മകളും ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും സമർപ്പിച്ച്, ഓ ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ രോഗത്തിലേക്ക് ഇടപെടണം,
എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ കടബാധ്യതയിലേക്ക് ഇടപെടണം, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ കുടുംബ കലഹത്തിലേക്ക് ഇടപെടണം. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനാ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനാ. തുറന്നിടും അവൻ പുതുവാതിലുകൾ, ആർക്കുമാവില്ല അടച്ചിടുവാൻ. തുറന്നിടും അവൻ പുതുവാതിലുകൾ, ആർക്കുമാവില്ല അടച്ചിടുവാൻ. എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെ അനർത്ഥം മറ്റീരാതെ വന്നും സുഖപ്പെടുത്തണമേ അപ്പാ. രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കണമേ. പാപക്കെട്ടുകൾ അഴിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ ജീവിതങ്ങളിലേക്കും അന്ധകാരാവൃതമായ ഓരോ അവസ്ഥകളിലേക്കും എല്ലാ ദുർപീഠകളിലേക്കും കണ്ണുനീരിൽ കുതിർന്ന ഓരോ അവസ്ഥകളിലേക്കും സ്വർഗത്തിന്റെ ശക്തി ഇപ്പോൾ അത്ഭുതകരമായി ഓരോ മക്കളുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്പർശിക്കണമേ, തൊടണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തളർച്ചകളും മടുപ്പും മന്ദതയും മരവിപ്പും എടുത്തു മാറ്റണമേ. ഹൃദയങ്ങളിലേക്ക് ഉണർവിന്റെ അഭിഷേകം പകരണമേ. ഹൃദയങ്ങളിലേക്ക് ഉന്മേഷത്തിന്റെ അഭിഷേകം പകരണമേ. സൗഖ്യത്തിന്റെ അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ദൈവികമായ മാർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ദൈവത്തിലേക്ക് വന്ന, വിശുദ്ധ ജീവിതത്തിലേക്ക് വന്ന നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ തകർച്ചകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ പിശാച് ഒരു പീഡ കൊടുക്കുകയാണ്. ഒരു തിന്മയുടെ പീഡ. എന്താണത്? എനിക്കും എന്തുകൊണ്ടാണ് ഈ തകർച്ച വന്നത്? എനിക്കിങ്ങനെ വരാൻ എന്താണ് കാരണം? എനിക്കിത് പെട്ടെന്ന് ബോധ്യം കിട്ടിയൊരു സംഭവം പറയാം. ഞാൻ വളരെ ബഹുമാനിക്കുന്നൊരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററിൻ്റെ ഒരു ചേച്ചി സിസ്റ്റർ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വളരെ പവിത്രമായ ഒരു പുണ്യ കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ദാഹിച്ചു ആഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ എത്തിയത്. എന്നാൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ആദ്യ ദിവസം തന്നെ ആ സിസ്റ്ററിൻ്റെ കാല് മടങ്ങി, സിസ്റ്ററിൻ്റെ പ്രാർത്ഥന ബ്രേക്ക് ചെയ്ത് അവിടുന്ന് സിസ്റ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ വിശ്രമത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. ആ സിസ്റ്റർ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങി കുമ്പസാരിച്ച് ഒത്തിരി വിശുദ്ധിയോടെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. എന്നാൽ അപ്രതീക്ഷിതമായി തടസ്സം. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു പീഡ അലട്ടുകയാണ്. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഈ തടസ്സം വന്നത്? എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലേ? എൻ്റെ ദൈവം എന്നെ എന്തെങ്കിലും കാരണത്തിനുകൊണ്ട് എൻ്റെ ദൈവം എന്നെ തടഞ്ഞതാണോ? എനിക്ക് വേണ്ടി എൻ്റെ ദൈവം വാതിൽ അടച്ചതാണോ? എന്തെങ്കിലും തരത്തിൽ പിശാചിൻ്റെ ഉപദ്രവമാണോ? എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് തയ്യാറെടുത്ത് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ലേ വന്നത്? എന്നിട്ട് എനിക്ക് തടസ്സമുണ്ടായി. അത് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ ക്ലേശിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് നന്നായി പ്രാർത്ഥിച്ച് നല്ല വിശുദ്ധിയിൽ ദൈവത്തോട് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി
ജീവിതം സമർപ്പിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായ തകർച്ച, തടസ്സം, രോഗം, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, കണ്ണുനീര് ആ വ്യക്തികൾക്ക് എന്തുകൊണ്ടാണ്? തിന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം, അത് തിന്മയുടെ ഒരു പ്രത്യാഘാതമാണെന്ന്. ഇത് നന്മ ചെയ്ത് വിശുദ്ധി ജീവിച്ചിട്ട് ദൈവത്തിന്റെ കൈകൾ പിടിച്ച് ദൈവത്തിന്റെ കൂട്ടായ്മ നടന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷയമാണിത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 17-ാം വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. പ്രൈസ് ദി ലോർഡ്. യഥാകാലം ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്ത് ഇതെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അവിടുന്ന് കൽപ്പിക്കുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. പ്രഭാഷകൻ 39:18. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചും കൂടുതലൊരു വെളിപാട് കിട്ടാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ബൈബിളിലുള്ള ദൈവത്തിന് പ്രിയപ്പെട്ട പ്രിയങ്കരനായ ഒരു ദൈവ പൈതലിന്റെ രംഗം പരിശുദ്ധാത്മാവ് എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അതാണ് തോബിത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ കാണുന്ന ചിത്രം. ബൈബിളിൽ തോബിത്തിന്റെ പുസ്തകത്തിൽ പ്രധാനമായും 3 കഥാപാത്രങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 1 തോബിത്ത്, കുടുംബനാഥൻ. 2 തോബിത്തിന്റെ ഭാര്യ അന്ന. 3 തോബിത്തിന്റെ കൊച്ചുമകൻ കൊച്ചു തോബിയാസ്. തോബിത്ത്, അന്ന, കൊച്ചു തോബിയാസ്, ഇവര് 3 പേരടങ്ങുന്ന കുടുംബം. ഇവരിങ്ങനെ ജീവിച്ചു വരവേ ഇതാ നമ്മുടെ തോബിത്ത് എന്ന് പറഞ്ഞ വ്യക്തി, കുടുംബനാഥൻ, എപ്പോഴും ദൈവത്തിന് പ്രിയങ്കരമായ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു നീതിമാനും നിർമ്മലനും വിശുദ്ധനുമായ മനുഷ്യനായിട്ടാണ് തിരുവചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തോബിത്തിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, നഫ്താലി വംശജനായ തോബിത്ത് സ്വന്തം വംശത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു എന്ന് കണ്ടാൽ, നിനവേ പട്ടണത്തിൽ സെന്നാകരീബിന്റെ ക്രൂരത നിമിത്തം യഹൂദന്മാർ ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടാൽ ഉടനെ ഈ തോബിത്ത് ആരും അറിയാതെ പോയി ഈ മരിച്ചവരെ മൃതസംസ്കാരം നടത്തി അവരോട് ആദരവ് കാണിച്ചിരുന്നു, സാധുക്കളോട് ദയ കാണിച്ചിരുന്നു. ഇതിന്റെ എല്ലാം പരിണത ഫലമായി സെന്നാകരീബിന്റെ കടുത്ത വൈരാഗ്യത്തിന് തോബിത്ത് ഇരയായി തീർന്നു. അങ്ങനെ സെന്നാകരീബ് അദ്ദേഹത്തെ ചുട്ടുകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഇദ്ദേഹം പ്രാണരക്ഷാർത്ഥം ആ ദേശത്ത് നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. നോക്ക്, നന്മ പ്രവർത്തിച്ച് നടന്നിട്ട് എന്തായി? തോബിത്തിന്റെ ഭാര്യയും തോബിത്തിന്റെ കൊച്ചുമകനും അനാഥരാക്കപ്പെടുകയും ഇദ്ദേഹം പ്രാണരക്ഷാർത്ഥം മറ്റൊരു പ്രദേശത്തേക്ക് ഓടിപ്പോകേണ്ടി വരികയും ചെയ്തൊരു സ്ഥിതി ഉണ്ടായി. ഇങ്ങനെ തോബിത്തിന്റെ ഭാര്യയും കൊച്ചു തോബിയാസ് അനാഥരായി കഴിയുകയാണ്. എന്തായാലും ഒരുപാട് നാളുകളുടെ കഷ്ടത, കണ്ണുനീര്. ഭർത്താവില്ലാത്ത സമയത്ത് എങ്ങനെ ആ ഭാര്യയ്ക്ക് സന്തോഷിക്കാൻ പറ്റും? അപ്പനില്ലാത്ത ആ കുട്ടി എങ്ങനെ സന്തോഷിക്കും? അങ്ങനെ ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ വീണൊരു കുടുംബം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ നാളുകൾക്ക് ശേഷം പല സാഹചര്യം സെന്നാകരീബ് മരിച്ചു. പിന്നെ പലരും ഇടപെട്ടു. അങ്ങനെ തോബിത്തിന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാഹചര്യം ഒരുങ്ങി. അങ്ങനെ ഒരു പന്തക്കുസ്ത തിരുനാൾ ദിവസം തോബിത്ത് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിയെത്തി. തോബിത്തിന്റെ ഭാര്യയും കൊച്ചു തോബിയാസും ബന്ധുമിത്രാദികളെല്ലാം ചേർന്ന് ഒരു വലിയ വിരുന്നൊരുക്കി. ആ രംഗമാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. വീട്ടിലെത്തിയ എനിക്ക് ഭാര്യ അന്നയെയും പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി. എന്റെ ബഹുമാനത്തിനായി തയ്യാറാക്കി വിഭവസമൃദ്ധമായ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകനോട് പറഞ്ഞു, എൻ്റെ മകനെ, പോയി നമ്മുടെ സഹോദരന്മാരിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രരെ കൊണ്ടുവരിക, ഞാൻ കാത്തിരിക്കാം. അവൻ പോയി വന്നിട്ട് പറഞ്ഞു, പിതാവേ, നമ്മുടെ ജനത്തിൽ ഒരാളെ ആരോ കഴുത്തു ഞെരിച്ച് കൊന്ന് ചന്തസ്ഥലത്ത് ഇതാ തള്ളിയിട്ടിരിക്കുന്നു. നോക്കുക, തോബിത്ത് മടങ്ങി വന്ന് ഒരു വലിയ വിരുന്നൊരുക്കി. ഇതാ ഭർത്താവും ഭാര്യയും അപ്പനും അമ്മയും മകനും ഒരുമിച്ചിരുന്ന് ഒരുപാട് കാലശേഷം ആദ്യമായി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇതൊരു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തോബിത്തിന് നല്ല ഹൃദയം. അദ്ദേഹം പറയാണ്, വേഗം പോയി ദരിദ്രന്മാരെയും കൂടെ കൊണ്ടുവരിക, നമുക്ക് കാരണം ഇഷ്ടംപോലെ വിഭവം ഉണ്ടല്ലോ, അവരും കൂടെ കഴിച്ചോട്ടെ. അങ്ങനെ കൊച്ചുമകൻ, നല്ല മകൻ തോബിയാസ് പോയി
അങ്ങനെ പോയപ്പോഴാണ് ഒരു യഹൂദനെ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്ന് ഇതാ പുറത്ത് തള്ളിയിട്ടിരിക്കുന്നത് കണ്ടു. ഈ വാർത്ത അങ്ങോട്ട് കേട്ടതും ഇതാ തോബിത്ത് ആ ഭക്ഷണത്തെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. തോബിത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം. ഭക്ഷണം തൊട്ടു നോക്കുക പോലും ചെയ്യാതെ ഞാൻ അങ്ങോട്ട് ഓടി. സൂര്യാസ്തമയം വരെ ശവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു. ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് അതീവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്ക്. ഒരുപാട് സന്തോഷം കൊണ്ട് നിറയേണ്ട ഒരു സമയമാണത്. വർഷങ്ങൾക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒളിച്ചോടിപ്പോയ അപ്പൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഭാര്യയും അല്ലെങ്കിൽ അപ്പനും അമ്മയും മകനും കൂടെ കൂടി ആദ്യമായിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി കുടുംബത്തിൽ ഒത്തിരി ഭക്ഷണമൊക്കെ റെഡിയാക്കി. അപ്പോഴാണ് ഇതാ തോബിത്ത് പറയുകയാണ്, ഞാൻ അതീവ ദുഃഖത്തോടെ അന്നത്തെ ഭക്ഷണം കഴിച്ചു. ചിന്തിച്ചു നോക്കുക ആ കുടുംബത്തിന്റെ സ്ഥിതി. അതീവ ദുഃഖത്തോടെ ഭക്ഷണം കഴിച്ചു. തുടർന്നുള്ള വാക്യം ശ്രദ്ധിക്കുക. അതാണ് നമ്മളുടെ കണ്ണു തുറപ്പിക്കുന്ന വചനം. 6-ാമത്തെ വാക്യം. ആമോസ് പ്രവാചകന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു. നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമായും നിങ്ങളുടെ ആനന്ദ തിമിർപ്പുകൾ വിലാപമായും മാറും. ഞാൻ കരഞ്ഞു. ഇതാണ് അനേകരെ ദുഃഖിപ്പിക്കുന്ന യാഥാർത്ഥ്യം. നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമായും നിങ്ങളുടെ ആനന്ദ തിമിർപ്പുകൾ വിലാപമായും മാറും എന്ന് ആമോസ് പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനപ്രകാരം ഈ തോബിത്ത് പറയുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമായി മാറേണ്ട സമയം അതീവ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച്. ഇതാണ് അനേകം നല്ല മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി പ്രാർത്ഥിച്ചു, നല്ല വിശുദ്ധി നിൽക്കുമ്പം ഇത് അപ്രതീക്ഷിതമായ തകർച്ച. ധ്യാനം കൂടി നല്ല ടോപ്പിൽ അഭിഷേകത്തിൽ നിൽക്കുമ്പം ഇതാ വലിയ പ്രശ്നങ്ങളെല്ലാം കൂടി ഉരുണ്ടുകൂടി വന്ന് വീഴുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങളോളം ദൈവരാജ്യ വേല ചെയ്ത് കർത്താവിൻ്റെ വഴിയെ നടന്ന് ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം നയിച്ച് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം അനുസരിച്ച് ജീവിച്ചിട്ട് പിന്നെ ഏടാകൂടങ്ങളെല്ലാം കൂടി വീട്ടിൽ വരുമ്പോൾ ഉത്സവ ദിനം മരണദിനം പോലെയും ആനന്ദ തിമിർപ്പ് വിലാപം പോലെയായി മാറുമ്പോഴാണ് സഹിക്കാൻ പറ്റാതെ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കി ഈ തോബിത്ത് എന്ത് ചെയ്തത്? എങ്ങനെ തോബിത്തിന്റെ ഉത്സവ ദിനം ദുഃഖമായും ആനന്ദ തിമിർപ്പ് വിലാപമായും മാറി. കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. എന്ത് തെറ്റ്? അദ്ദേഹം നീതിമാനും ദൈവവചനപ്രകാരം മാത്രം ജീവിക്കുന്നവനെ മനുഷ്യൻ. എന്തുകൊണ്ട് തോബിത്തിന് ഇങ്ങനെ വന്ന്? വല്ല പൂർവികരുടെ ശാപമായിരിക്കോ? ആരെങ്കിലും വല്ല കൂടോത്രം ചെയ്തതായിരിക്കോ? എന്തെങ്കിലും ചില ബന്ധനമായിരിക്കോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിലേക്ക് ദുർബല ചിന്തകളിലേക്ക് വീണു പോകരുത്. ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 17-ാം വാക്യം പഠിപ്പിക്കുന്നത്. ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ആർക്കും സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. 18-ാം വാക്യം. കർത്താവ് കൽപ്പിക്കുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. ഇതാണ് എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അംഗീകരിക്കാൻ ഞാനും നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഈ കൊച്ചു ബുദ്ധി കൊണ്ട്, ഈ ചിരട്ടയ്ക്കകത്ത് കോരി വെച്ചിരിക്കുന്ന വെള്ളം പോലെ ഇത്തിരി ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ വലിയ ജ്ഞാനത്തിൽ ക്രമീകരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഒരു കാര്യം സംഭവിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇടിപിടിയുന്നു, എന്താണ് അതിൻ്റെ പൊരുളെന്നല്ല, മുഴുവനും അപ്പം തന്നെ പിടികിട്ടണമെന്ന് നിർബന്ധമില്ല. ഞാനും നിങ്ങൾ ചെയ്യണതാണ്, അല്പം മര്യാദ ഉണ്ടെങ്കിൽ, അല്പ ദൈവമായ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങൾ ചെയ്യണതാണ്, ഈ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ, ഈ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കണം. പ്രഭാഷകന്റെ ദിവസം 39-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എല്ലാം നിശ്ചിത ഉപയോഗത്തിനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വെറുതെ പാഴായിട്ട് ദൈവം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യത്തിലും ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോന്നും നിശ്ചിത ലക്ഷ്യത്തോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങൾ എന്തു ചെയ്യണം? ഞാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് അയച്ചു തരുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഒരു ദൈവിക ജ്ഞാനം ദൈവം നമുക്ക് അയച്ചു തരണം.
ആത്മാവിന്റെ ഒരു സ്പർശനം വേണം. കർത്താവേ, അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് അയച്ചു തരുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 14-ാം വാക്യത്തിലുണ്ട്, കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുക. അനുകൂലവും പ്രതികൂലവും എല്ലാ കാര്യത്തെ ഓർത്ത് കർത്താവിന്, രോഗം വന്നോ കർത്താവിനെ വാഴ്ത്തുക, തകർച്ച വന്നോ കർത്താവിനെ വാഴ്ത്തുക, കർത്താവ് കൽപ്പിക്കുന്നു അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളെ ഓർത്ത് കർത്താവിനെ വാഴ്ത്താനാണ് എനിക്കും നിങ്ങൾക്കുള്ള നിയോഗം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, പത്രോസ് 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6-ാം തിരുലിഖിതം, കർത്താവിന്റെ കരത്തിന്റെ കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ഇതിന്റെ എല്ലാ പൊരുളും മനസ്സിലാക്കി, ഇതിന്റെ എല്ലാ റൂട്ടും മനസ്സിലാക്കിയിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. കർത്താവാണ് ഉയർത്തുന്നവൻ, കർത്താവാണ് താഴ്ത്തുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ കർത്താവിന്റെ കരത്തിന്റെ കീഴെ നിൽക്കാൻ പഠിക്കണം, എളിമപ്പെടാൻ പഠിക്കണം, അനുസരിക്കാൻ പഠിക്കണം, വിധേയപ്പെടാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈഗോയും അഹങ്കാരവും തകരണം, സ്വാർത്ഥത തകരണം. കർത്താവിന്റെ കീഴെ, കരത്തിന്റെ കീഴെ, പരിപാലനയുടെ കീഴെ നടക്കുന്നതിൽ ആനന്ദിക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ, കർത്താവിന് മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവ്വം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക, പരിഭ്രമിക്കാതിരിക്കുക. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. Do not be fret, it will lead only to evil. പരിഭ്രമിക്കാതിരിക്കുക, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞാൻ ഇത്ര പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ, ഞാൻ ഇത്ര വിശുദ്ധനാണല്ലോ, എനിക്ക് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെ കടന്ന് പെടയണ്ട. പരിഭ്രമിക്കാതിരിക്കുക. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ടിട്ട് ഇങ്ങനെ പറയണം, കർത്താവ് കൽപ്പിക്കുന്നു അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. ഈ നിമിഷങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിൽ ദൈവത്തിന്റെ പരിപാലനയെ കുറിച്ച് പരിജ്ഞാനം കിട്ടാതെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഒരുപാട് സാഹചര്യങ്ങളെ കുറിച്ച് വിമർശത്തോടും വേദനയോടും വിങ്ങലോടും കൂടി ഇരിക്കുന്ന ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും അങ്ങയുടെ അത്ഭുത അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 18-ാം തിരുലിഖിതം, കർത്താവ് കൽപ്പിക്കുന്നു അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും രക്ഷിതാവായ യേശുവിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും രോഗമോ തകർച്ചയോ എന്തു തന്നെ എൻ്റെ കർത്താവ് അനുവദിച്ചാലും അതെല്ലാം കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിയാനും അങ്ങനെ ഹൃദയം തുറന്ന് ദൈവത്തിൽ ആനന്ദിക്കുന്നൊരു അഭിഷേകം നിറയാനും ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഇതെന്തിന്, ഇതെന്തുകൊണ്ട്, ഇതെനിക്കോ, ഇങ്ങനത്തെ ചിന്തകളുടെ പീഡകളെല്ലാം വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അന്ധകാരത്തിൻ്റെ എല്ലാ ദുർബല ചിന്തകളും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ദൈവകൃപയുടെ അഭിഷേകം നിറയട്ടെ. ദൈവകൃപയുടെ ചിന്തകൾ കൊണ്ട് പൂരിതമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.